Hi dear students, today I will talk to you about multiple allelism. In the last chapter we studied about allelic and non-allelic interactions, pleiotropism and polygenic action. This multiple allelism is also a kind of allelic interaction, but it deals with the genes which has got more than two alternative alleles at the same locus. Let us come to the slides. The allelic genes which occupy a particular locus in more than two alternative forms and which control the alternative forms of the same character are called multiple alleles, and the phenomenon is called multiple allelism. മുമ്പ് പറഞ്ഞ പോലെ അലീലിക് ജീൻസ് എന്ന് പറയുന്നത് ഒരേ ജീനിന് തന്നെ രണ്ടിൽ അധികം അലീൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്പിൾ അലീൽസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഫിനോമിനന് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നു. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ. നമ്മൾ കോഡോമിനൻസിനെ കുറിച്ച് ലാസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞപ്പോൾ ഈ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം അതിനൊരു എക്സാമ്പിളായിട്ട് പഠിച്ചായിരുന്നു. ഈ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനിൽ രണ്ടിലധികം അലീൽസാണുള്ളത്. IA, IB ആൻഡ് IO. ഇതിൽ IAയും IBയും ഡോമിനൻ്റ് അലീൽസാണ്. അതേപോലെ തന്നെ അത് കോ ഡോമിനൻ്റ് അലീൽസ് കൂടിയാണ്. അതുകൊണ്ടാണത് നമ്മൾ കോ ഡോമിനൻസിന് എക്സാമ്പിളായിട്ട് പഠിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഇത് ഒരു മൾട്ടിപ്പിൾ അലീലിസത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. കാൾ ലാൻസ്റ്റൈനോ ഇൻ 1900 he discovered 3 different alleles in the inheritance of blood group in man. അദ്ദേഹമാണ് ഈ മൾട്ടിപ്പിൾ അലീലിസം, ബ്ലഡ് ഗ്രൂപ്പിങ്ങിലുള്ള മൾട്ടിപ്പിൾ അലീലിസം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിൽ 3 അലീൽസാണുള്ളത്, IA, IB ആൻഡ് IO. ദാറ്റ് അലീൽസ് ഡിറ്റർമൈൻസ് ദ പ്രസൻസ് ഓഫ് ആൻറ്റിജൻ, അതായത് അഗ്ലൂട്ടിനോജൻ. ഏത് അഗ്ലൂട്ടിനോജൻ അല്ലെങ്കിൽ ഏത് ആൻറ്റിജനാണ് ആ ഇൻഡിവിജ്വലിൻ്റെ RBCസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ അലീൽസാണ്. ഇതിൽ ഏതെങ്കിലും 2 അലീൽസ് ആയിരിക്കും അറ്റ് എ ടൈം ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്തുള്ള RBCസിനകത്ത് ഉണ്ടാകുന്നത്. ആ 2 അലീൽസ് ആയിരിക്കും അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദാറ്റ് ദ ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു AB ആൻഡ് O ഗ്രൂപ്പ്സ്. ഇപ്പോൾ A ഗ്രൂപ്പ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള കോമ്പിനേഷൻസ് ഓഫ് അലീൽസ് വന്നു കഴിഞ്ഞാൽ A ഗ്രൂപ്പ് ഫോം ചെയ്യാം. IA, IO എന്നുള്ള കോമ്പിനേഷൻ വന്നാലും IA എന്നുള്ള കോമ്പിനേഷൻ വന്നാലും അത് A ഗ്രൂപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ IB, IO എന്നുള്ള കോമ്പിനേഷൻ ഓഫ് അലീൽസ് വന്നാലും IB എന്നുള്ള കോമ്പിനേഷൻ ഓഫ് അലീൽസ് വന്നാലും അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് B ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. എന്നാൽ IA, IB എന്നുള്ള കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽസ് AB ഗ്രൂപ്പ് ആയിരിക്കും. കാരണം രണ്ടും ഡോമിനൻ്റ് അലീൽസാണ്, കോ ഡോമിനൻ്റ് അലീൽസാണ്. 2 അലീൽസും എക്സ്പ്രസ് ചെയ്യും, 2 തരത്തിലുള്ള ആൻറ്റിജൻസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. എന്നാൽ O ഗ്രൂപ്പിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് 2 IO അലീൽസാണ്, രണ്ടും റെസസീവ് അലീൽസാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആൻറ്റിജൻസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് O ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ A ഗ്രൂപ്പിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ RBCക്കകത്ത് കാണുന്നത് A ആൻറ്റിജനും അതേപോലെ തന്നെ B ആൻറ്റിബോഡി അല്ലെങ്കിൽ ബീറ്റ ആൻറ്റിബോഡി എന്ന് നമുക്ക് അതിനെ നെയിം ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബീറ്റ എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാം. A ഗ്രൂപ്പിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിലുള്ള RBCസിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് A ആൻറ്റിജനും ആ ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് കാണപ്പെടുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നത് ബീറ്റ ആൻറ്റിബോഡിയുമായിരിക്കും. അതേപോലെ തന്നെ ഒരു B ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിലുള്ള RBCക്കകത്ത് കാണുന്നത് B ആൻറ്റിജനും അയാളുടെ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് ആൽഫ ആൻറ്റിബോഡിയും കാണപ്പെടും. ആൽഫ എന്ന് നമുക്ക് നെയിം ചെയ്യാം കൺഫ്യൂഷൻ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ AB ഗ്രൂപ്പിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്ത് A ആൻറ്റിജനും B ആൻറ്റിജനും കാണപ്പെടുന്നു. എന്നാൽ അവരുടെ ബോഡിയിൽ 2 ആൻറ്റിബോഡീസും ആബ്സെൻ്റ് ആയിരിക്കും. സിമിലർലി ഒരു O ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്ത് 2 അലീൽസും IO ആയതുകൊണ്ട് തന്നെ 2 ആൻറ്റിജൻസും അതിനകത്ത് ആബ്സെൻ്റ് ആണ്.
എന്നാൽ അങ്ങനെയുള്ളവരുടെ ബ്ലഡ് പ്ലാസ്മയ്ക്കകത്ത് 2 തരത്തിലുള്ള ആൻറ്റിബോഡീസും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഈ അലീൽസിൻ്റെ പ്രസൻസാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ ഡിസൈഡ് ചെയ്യുന്നത്, ഏത് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്താണ്. നമുക്കറിയാം ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഒരു ഡോണറിൽ നിന്നും ഒരു റെസിപ്പിയൻ്റ് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് നമ്മൾ എപ്പോഴും കോമ്പാറ്റിബിലിറ്റി നോക്കും. ഒരു ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആൾക്ക് ഏതെല്ലാം ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ഇൻഡിവിജ്വൽസിൽ നിന്നുള്ള ബ്ലഡ് റിസീവ് ചെയ്യാമെന്നുള്ള നമുക്ക് അറിയാം. അത് ഈ ബേസ്ഡ് ഓൺ ഈ ഒരു അലീൽസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിരിക്കുന്നത്. ഇഫ് ദ ബ്ലഡ് ഈസ് ബീയിങ് ട്രാൻസ്ഫ്യൂസ്ഡ് ഈസ് നോട്ട് മാച്ചിങ് ഓർ കോമ്പാറ്റിബിൾ, it results in agglutination. That means clumping of RBCs of donor's blood in recipient's body may takes place due to the antigen antibody reaction. അതായത് ഇത് ഡോണറിൻ്റെ ബ്ലഡിനകത്തുള്ള RBCയിലുള്ള ആൻറ്റിജനും റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിനകത്തുള്ള ബ്ലഡ് പ്ലാസ്മയിലെ ആൻറ്റിബോഡിയും തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബി ഗ്രൂപ്പിലുള്ള ഒരു ഇൻഡിവിജ്വൽ എ ഗ്രൂപ്പ് അല്ലെങ്കിൽ എ ബി ഗ്രൂപ്പിലുള്ള ഒരു ഇൻഡിവിജ്വലിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് ആ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ബി ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്തുള്ള ആൽഫ ആൻറ്റിബോഡി ദാറ്റ് റിയാക്ട്സ് വിത്ത് ദ എ ആൻറ്റിജൻ പ്രസൻറ്റ് ഇൻ ദ ഡോണേഴ്സ് ബ്ലഡ്. അത് എ ഗ്രൂപ്പുകാരനോ എ ബി ഗ്രൂപ്പുകാരനോ ആകാം. ആ 2 ഗ്രൂപ്പുകാരുടെയും ബ്ലഡിനകത്ത് അവരുടെ RBCക്കകത്ത് എ ആൻറ്റിജൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ എ ആൻറ്റിജൻ, ഡോണറിലുള്ള എ ആൻറ്റിജൻ റെസിപ്പിയൻറ്റിലുള്ള ആൽഫ ആൻറ്റിബോഡിയുമായിട്ട് റിയാക്ട് ചെയ്യും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ക്ലംപിംഗ് ഓഫ് RBCs. ഇങ്ങനെയുള്ള ക്ലംപിംഗ് നടന്നു കഴിഞ്ഞാൽ ദിസ് അഗ്ലൂട്ടിനേറ്റഡ് ബ്ലഡ് ബ്ലോക്ക് ദ കാപ്പിലറീസ് ആൻഡ് ഇറ്റ് അണ്ടർഗോസ് ഹീമോലൈസിസ്. ഇങ്ങനെയുള്ള ബ്ലഡ് അത് ക്ലോട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്ലംപിങ്ങിന് കാരണമായി തീരും. അത് കാപ്പിലറീസിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് പലതരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. In the later stage, this agglutinated blood will undergo hemolysis. അത് ലൈസ് ചെയ്തിട്ട് അത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. പിന്നീട് അത് ബിലിറൂബിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആ ബിലിറൂബിൻ യൂറിനിലൂടെ എക്സ്ക്രെറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ അത് നമ്മുടെ കിഡ്നിക്കകത്ത് അത് ക്ലോഗ് ചെയ്യപ്പെടും. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ദാറ്റ് മേ ഈവൻ ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ദ റെസിപ്പിയൻറ്റ്. അപ്പോൾ അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് നമ്മൾ കോമ്പാറ്റിബിൾ അല്ലാത്ത ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ ബ്ലഡ് റിസീവ് ചെയ്യുന്നതെങ്കിൽ അത് അധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വീണ്ടും നമ്മളിത് അറിയാതെ റിസീവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലഡ് ഈ ഡോണറിൻ്റെ ബ്ലഡിനകത്തുള്ള RBC ആണ് റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡ് പ്ലാസ്മയുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ RBCs മാത്രം ക്ലോട്ട് ചെയ്യപ്പെടും. അത് അഗ്ലൂട്ടിനേഷൻ ഒക്കെ ചെയ്യും. അത് ഇതേപോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ദെൻ വി നോ O group individuals are universal donors and AB group individuals are universal recipients. കാരണം O ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ബ്ലഡിനകത്ത് 2 ആൻറ്റിജൻസും ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബ്ലഡ് ആര് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ബോഡിയിലുള്ള ഒരു ആൻറ്റിബോഡീസുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് ഈ ഡോണറിൻ്റെ ബ്ലഡിനകത്ത് ആൻറ്റിജൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് ആർക്ക് വേണമെങ്കിലും റിസീവ് ചെയ്യാം. O group individuals are universal donors. Similarly, AB group individuals are universal recipients. കാരണം അവരുടെ ബ്ലഡിനകത്ത് 2 ആൻറ്റിബോഡീസും ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ബ്ലഡിനകത്തുള്ള ആൻറ്റിജൻസ് ഒന്നും ഇവരുടെ ഈ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്തുള്ള ബ്ലഡ് പ്ലാസ്മയിൽ ആൻറ്റിബോഡി ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു അഗ്ലൂട്ടിനേഷനും ഒക്കർ ചെയ്യുന്നില്ല. സോ they are universal recipients. And this ABO blood grouping system shows Mendelian inheritance. നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിൽ മെൻഡേലിയൻ മോണോഹൈബ്രിഡ് ക്രോസിൽ എങ്ങനെയാണോ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അവരുടെ ഒരു പാരൻസിൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതാണോ അവരുടെ ബ്ലഡിനകത്തുള്ള അലീൽസ് ഏതൊക്കെയാണോ അതുതന്നെയാണ് ഓഫ് സ്പ്രിങ്ങിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഫോറൻസിക്സ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ്
പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ്. പാരൻ്റൽ ഡിസ്പ്യൂട്ട്സ് വരുമ്പോഴേക്കും നമ്മൾ DNA അനാലിസിസിലേക്ക് പോകാറുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് പ്രിലിമിനറി ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് തന്നെയാണ്. ഇപ്പോൾ AB ഗ്രൂപ്പുകാരനും ഒരു B ഗ്രൂപ്പുകാരനും, അതായത് ഇൻകോമ്പാറ്റിബിൾ അല്ലെങ്കിൽ പാരൻറ്റിൽ നിന്നും മോണോഹൈബ്രിഡ് ക്രോസിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഈ ഒരു ഇൻഹെറിറ്റൻസ് വരുന്നുള്ളൂ. ഓക്കെ, ദെൻ RH ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ഇൻഹെറിറ്റൻസ്. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ് അങ്ങനെ മാത്രമല്ല പറയുന്നത്. A പോസിറ്റീവ്, A നെഗറ്റീവ്, B പോസിറ്റീവ്, B നെഗറ്റീവ്, ആ രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ in addition to this A antigen or B antigen, our blood also contains another factor known as RH factor. ലാൻസ്റ്റൈനറും വെയ്നറും ചേർന്നിട്ടാണ് ഈ RH factor ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് വാസ് ഇൻ 1940 and they discovered this RH factor from the RBCs of rhesus monkeys. That is why it is known as RH factor. rhesusൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് ആയിട്ടുള്ള RH അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് റീസസ് RH factor എന്ന് ഇതിന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് possess RH factor in blood are RH positive and those without RH factor are RH negative. The antigen is controlled by a dominant gene designated as R. R എന്ന് പറയുന്നൊരു ജീനാണ് ഈ RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ A നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വലിൻ്റെ RBCയിൽ A ആൻറ്റിജൻ മാത്രമായിരിക്കും പ്രസൻ്റ് ആയിരിക്കുന്നത്, RH ഫാക്ടർ ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ A പോസിറ്റീവ് എന്നുള്ളൊരു ഇൻഡിവിജ്വലിൻ്റെ RBCക്കകത്ത് A ആൻറ്റിജനും അതേപോലെ തന്നെ RH ആൻറ്റിജനും പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് B നെഗറ്റീവ്, B പോസിറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, O പോസിറ്റീവ്, O നെഗറ്റീവ്, ഇതെല്ലാം നമ്മൾ പറയുന്നത്. അവിടെ എല്ലാം RH ഫാക്ടർ പ്രസൻ്റ് ആണെങ്കിൽ അത് പോസിറ്റീവ് എന്നറിയപ്പെടും. RH ഫാക്ടർ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് RH നെഗറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടും. ദെൻ ഈ RH ഫാക്ടറിൻ്റെ കാര്യത്തിലും ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. when RH negative individual receives RH positive blood for the first time, no immediate reaction is expected. RH antibodies develop in the next 2 to 4 weeks, causing a delayed agglutination. സാധാരണഗതിയിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിൽ ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അഗ്ലൂട്ടിനേഷൻ പ്രോബ്ലംസ് അതേപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം RH ഫാക്ടറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല. ഫസ്റ്റ് ടൈം ഒരു RH നെഗറ്റീവ് ഇൻഡിവിജ്വൽ RH പോസിറ്റീവ് ഇൻഡിവിജ്വലിൽ നിന്നും ബ്ലഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ചെയ്യുന്നത് വളരെ ഡിലേഡ് ആയിട്ടായിരിക്കും. 2 to 4 വീക്സിന് ശേഷമേ അഗ്ലൂട്ടിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. കാരണം നോർമലി ആൻഡ് RH negative individual do not have any RH antibody in his blood. നാച്ചുറലായിട്ട് നമ്മളുടെ ബ്ലഡിനകത്ത് RH ആൻറ്റിബോഡി ഇല്ല. എന്നാൽ ഒരു RH നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ RH പോസിറ്റീവ് ബ്ലഡ് കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ളൊരു ബ്ലഡ് റിസീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഒരു RH ആൻറ്റിബോഡിയുടെ സിന്തസിസിനെ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഒരു RH നെഗറ്റീവ് ഇൻഡിവിജ്വൽ RH പോസിറ്റീവ് ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ചെയ്യുന്നത് ഒരുപാട് ഡിലേഡ് ആയിട്ടായിരിക്കും. 2 to 4 വീക്സ് കഴിയുമ്പോഴായിരിക്കും സ്ലോ ആയിട്ട് ഈ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യപ്പെടാതെ പോയേക്കാം. വളരെ ചെറിയ തോതിൽ മാത്രമേ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നോട്ടീസ് ചെയ്യപ്പെടാതെ പോകാം. But in subsequent transfusion to the person, the reaction enhances greatly and be severe. എന്നാൽ സബ്സിക്വൻ്റ് ആയിട്ട് ഇതേപോലെ വീണ്ടും റിസീവ് ചെയ്യുമ്പോൾ ദിസ് RH ആൻറ്റിബോഡി വിൽ ഓൾറെഡി ബി പ്രസൻറ്റ് ഇൻ ഹിസ് ബ്ലഡ്. RH നെഗറ്റീവ് ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡിനകത്ത് ഓൾറെഡി ഈ RH ആൻറ്റിബോഡീസ് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ മെമ്മറിയിൽ ഈ RH ആൻറ്റിജൻ പെട്ടെന്ന് സെൻസ് ചെയ്യപ്പെടും.
ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടുതൽ RH ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോഴുണ്ടാകുന്ന അഗ്ലൂട്ടിനേഷൻ്റെ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ തോതെന്ന് പറയുന്നത് ഈ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന അഗ്ലൂട്ടിനേഷനേക്കാൾ കൂടിയ ലെവലിലായിരിക്കും. അത് കൂടുതൽ പ്രോബ്ലംസിന് കാരണമായി തീരും. അപ്പോൾ അതാണ് RH ട്രാൻസ്ഫ്യൂഷനിലുണ്ടാകുന്ന പ്രോബ്ലം. ഈ RH ഫാക്ടറിൻ്റെ ഇൻഹെറിറ്റൻസും നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് ഇവിടെയും വരുന്നത്. RH പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫോം ചെയ്യണമെങ്കിൽ ഉള്ള ഇത് RH പോസിറ്റീവ് RH പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് പാരൻസിൽ നിന്നോ അല്ലെങ്കിൽ RH പോസിറ്റീവും RH നെഗറ്റീവുമായിട്ടുള്ള രണ്ട് പാരൻസിൽ നിന്നോ RH പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ ഫോം ചെയ്യാം. എന്നാൽ RH നെഗറ്റീവ് ഫോം ചെയ്യണമെങ്കിൽ RH നെഗറ്റീവ് തന്നെ ആയിട്ടുള്ള രണ്ട് പാരൻസിനുണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിനെ RH നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ വേൾഡ് ഓവർ നോക്കിക്കഴിഞ്ഞാൽ ഈ RH നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ അറൗണ്ട് മോർ ദാൻ 93% ഓഫ് ദ പോപ്പുലേഷൻ ആർ RH പോസിറ്റീവ്. In China, it is around 99%. More than 99% of the individuals are RH positive individuals. Okay. Then, ഈ RH ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യത്തിൽ RH നെഗറ്റീവായിട്ടുള്ള ഒരു വിമൻ RH പോസിറ്റീവായിട്ടുള്ളൊരു മാനിൽ നിന്നും കൺസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ the fetus will be RH പോസിറ്റീവ്. കാരണം നമ്മൾ മുമ്പ് ആ ഇൻഹെറിറ്റൻസ് ഇതിനു മുമ്പത്തെ ടേബിളിൽ കണ്ടതുപോലെ ഒരു RH പോസിറ്റീവ് ഇൻഡിവിജ്വലും RH നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലും തമ്മിൽ മാരി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് RH പോസിറ്റീവ് ആയിരിക്കും. ഡോമിനൻ്റ് അലീൽ എന്ന് പറയുന്നത് RH പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു RH നെഗറ്റീവായിട്ടുള്ള വിമൻ ഒരു RH പോസിറ്റീവായിട്ടുള്ള മാനിൽ നിന്നും കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ് RH പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ബേബി ഫോം ചെയ്യുമ്പോഴേക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രണ്ട് ഡിസീസസാണ് ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ഫീറ്റസ് എന്ന് പറയുന്നത്. ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ഫീറ്റസ് ഓർ ന്യൂ ബോൺ. ദ ഫീറ്റൽ RBC bearing RH antigen may enter the maternal blood at the time of parturition and stimulate the production of RH antibodies. അപ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന RH പോസിറ്റീവ് ബ്ലഡിനകത്തുള്ള RH ആൻറ്റിജൻ അത് മാറ്റേണൽ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും അവിടെ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ചെയ്യും. ദിസ് റെസ്പോൺസ് ഈസ് സ്ലോ. നമ്മൾ RH ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ റെസ്പോൺസ് വളരെ സ്ലോയാണ്. ഇറ്റ് ഈസ് സ്ലോ ആൻഡ് ദ ചൈൽഡ് ഈസ് അൺഅഫക്റ്റഡ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബേബി ജനിക്കുമ്പോഴേക്കും ഇറ്റ് വോണ്ട് ഹാവ് എനി പ്രോബ്ലം. ആദ്യത്തെ കുട്ടിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഇല്ല. എന്നാൽ വെൻ ദ സെൻസിറ്റൈസ്ഡ് മദർ കൺസീവ്സ് RH പോസിറ്റീവ് ചൈൽഡ് ഫോർ ദ സെക്കൻഡ് ടൈം ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ക്ലംബിങ് ഓഫ് ദ ഇൻഫൻസ് RBCs. അപ്പോൾ മുൻപ് RH ട്രാൻസ്ഫ്യൂഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ഈ RH പോസിറ്റീവായിട്ടുള്ള കുഞ്ഞ് ഫീറ്റസ് ഫോം ചെയ്യുമ്പോൾ ആ ഫീറ്റസിൻ്റെ ബ്ലഡിലുള്ള RH പോസിറ്റീവ് ഫാക്ടർ കണ്ടെയ്ൻ ചെയ്യുന്ന RBC നെഗറ്റീവായിട്ടുള്ള മദറിൻ്റെ ബ്ലഡുമായിട്ട് റിയാക്ട് ചെയ്താലും അഗ്ലൂട്ടിനേഷൻ വളരെ ലേറ്റായിട്ട് മാത്രമേ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അത് അപ്പോഴേക്കും ബർത്ത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ അത് അധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യില്ല. എന്നാൽ സെക്കൻഡ് ടൈം സെയിം മദർ സെയിം ഫാദറിൽ നിന്നും കൺസീവ് ചെയ്യുമ്പോൾ ഈ RH സെൻസേഷൻ അല്ലെങ്കിൽ RH ആൻറ്റിബോഡീസ് ആ അമ്മയുടെ ബ്ലഡിനകത്ത് ഓൾറെഡി പ്രസൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അവരുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ മെമ്മറിയിൽ ഈ ഒരു RH പോസിറ്റീവ് ആൻറ്റിജന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി സിന്തസിസിനുള്ള മെക്കാനിസം ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് RH ആൻറ്റിബോഡീസ് സിന്തസൈസ് ചെയ്യപ്പെടുകയും അത് അഗ്ലൂട്ടിനേഷൻ കാരണമായി തീരുകയും ഈ ഇൻഫൻറ്റിൻ്റെ ഈവൻ മോർട്ടാലിറ്റിക്ക് അത് കാരണമായി തീരുകയും ചെയ്യും. ദ ഇൻഫൻറ്റ് മേ ഡൈ ഓർ ബോൺ ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഇൻഫൻറ്റ് സാധാരണഗതിയിൽ യൂട്രസിനകത്ത് വെച്ചിട്ട് തന്നെ മോർട്ടാലിറ്റി സംഭവിക്കുന്നതിന് അത് കാരണമായി തീരും. അല്ലെങ്കിൽ ദാറ്റ് ഓഫ്സ്പ്രിങ് വിൽ ബോൺ ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ദിസ് ക്ലംഡ് RBC ഇത് സംഭവിക്കുന്നത് ഈവൻ
അങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചാലും these babies will known as blue baby because their body will looks yellowish orange in color. യെല്ലോയിഷ് ഓറഞ്ച് ഇൻ കളറിലാണ് അവർ കാണപ്പെടുന്നതെങ്കിലും ബ്ലൂ ബേബി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലംബി എന്ന ക്ലംബ്ഡ് ആർ ബി സീസ് ദാറ്റ് വിൽ അണ്ടർഗോ ഹീമോലൈസിസ് ആൻഡ് ദിസ് hemoglobin will be liberated and this hemoglobin will be later converted into bilirubin. This bilirubin will give this yellowish color to the baby. പക്ഷേ these babies are known as blue baby. Another disease caused by this kind of marriages അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു RH നെഗറ്റീവ് ആയിട്ടുള്ള വിമൻ RH പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാനിനെ മാരി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മറ്റൊരു ഡിസീസ് എന്ന് പറയുന്നത് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ആണ്. അതായത് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയും ഇമ്മച്വർ RBCs ഇൻ ദ ബ്ലഡ്. അതാണ് അതിൻ്റെ സിംറ്റം. അതായത് RBCs കറക്റ്റായിട്ട് മെച്വർ ആകാതിരിക്കും, കറക്റ്റായിട്ട് ഫോം ചെയ്യാതിരിക്കും. ഇമ്മച്വർ ആയിട്ടുള്ള RBCs ആയിരിക്കും അങ്ങനെയുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ ബേബിയുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. ദാറ്റ് ഓൾസോ കോസ് ന്യൂനാറ്റൽ ഡെത്ത്. യൂട്രസിനകത്ത് വെച്ചിട്ട് തന്നെ മോർട്ടാലിറ്റി സംഭവിക്കുന്നതിന് ഇതും കാരണമായി തീരാറുണ്ട്. അപ്പോൾ ദീസ് ടു ഡിസീസസ്, ഹീമോലൈറ്റിക് ഡിസീസ് ഓഫ് ദ ഫീറ്റസ് ആസ് വെൽ ആസ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഈ രണ്ട് ഡിസീസസിനും റെസ്പോൺസിബിളായിട്ടുള്ളത് ഈ RH ഇൻകോമ്പാറ്റിബിലിറ്റിയാണ്. ഫാദറിൻ്റെയും മദറിൻ്റെയും RH ഇൻകോമ്പാറ്റിബിലിറ്റിയാണ് ഈ ഒരു ഡിസീസിന് ഈ രണ്ട് ഡിസീസസിനും റെസ്പോൺസിബിളായിട്ടുള്ളത്. ദെൻ ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ അലീലിസത്തിന് മറ്റൊരു എക്സാമ്പിളാണ് കോട്ട് കളർ ഇൻ റാബിറ്റ്സ്. റാബിറ്റ്സിലും മൈസിലുമെല്ലാം അതിൻ്റെ കോട്ട് കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഒരു ജീൻ, അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് C എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ. ആ C എന്നുള്ള ആ ഒരു ജീനിന് തന്നെ 4 തരത്തിലുള്ള അലീൽസ് ഉണ്ട്. അതായത് C+, CCH, CH ആൻഡ് C, 4 തരത്തിലുള്ള അലീൽസ് അതിന് പ്രസൻ്റ് ആണ്. ആൻഡ് C+ ഈസ് ഡോമിനൻ്റ് ഓവർ CCH, CH ആൻഡ് C. Similarly, CCH is dominant over CH and C, but it is recessive to C+. അതേപോലെ തന്നെ CH allele is dominant over C, but this CH allele is recessive to C+ and CCH, and this allele C is recessive to all the other alleles. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന കോമ്പിനേഷനിൽ ഏത് അലീലാണോ ഡോമിനൻ്റ് ആയിട്ടുള്ളത് ആ ഡോമിനൻ്റ് അലീലിൻ്റെ ക്യാരക്ടറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ അലീൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് അവരുടെ ഈ റാബിറ്റ്സിലും മൈസിലുമെല്ലാം കോട്ട് കളർ ഡിസൈഡ് ചെയ്യുന്നത്. ഈ റാബിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 4 തരത്തിലുള്ള കളറേഷൻ നമ്മൾ കാണാറുണ്ട്. അഗൗട്ടി എന്ന് പറയും ഒന്ന്, അത് ബ്രൗണിഷ് ഗ്രേ കളറാണ്, ഡാർക്ക് കളറാണ്. മറ്റൊന്ന് ചിഞ്ചില്ല എന്ന് പറയും, അത് ഗ്രേയിഷ് കളറാണ്. ദെൻ ഹിമാലയൻ എന്ന് പറയുന്ന മറ്റൊരു കളറേഷൻ ഉണ്ട്, അത് വൈറ്റ് കളർ വിത്ത് ബ്ലാക്ക് ടിപ്സ്. ഓരോ ഹെയറിൻ്റെയും ടിപ്പിൽ ബ്ലാക്ക് ടിപ്സ് ആയിരിക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ദെൻ ആൽബിനോസ്, അത് കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. ആൽബിനോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൽബിനോസ് വരണമെങ്കിൽ സി മാത്രമാണ് വരുന്നതെങ്കിൽ, 2 അലീൽസും C ആണെന്നുണ്ടെങ്കിൽ അത് ആൽബിനോസ് ആയിരിക്കും. അപ്പോൾ ഈ 4 അലീൽസാണ് റാബിറ്റ്സിൻ്റെ കാര്യത്തിൽ അവരുടെ കോട്ട് കളറിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ മൈസിൻ്റെ പിക്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് റാബിറ്റ്സിൻ്റെ കോട്ട് കളറാണ് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഉള്ളത്. റാബിറ്റ്സിൻ്റെ കോട്ട് കളറ് ഡിസൈഡ് ചെയ്യുന്നത് ഈ 4 അലീൽസാണ്. ഇതും മൾട്ടിപ്പിൾ അലീലിസത്തിന് എക്സാമ്പിളാണ്. C എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ 4 ഡിഫറെൻ്റ് അലീൽസ്, ആ അലീൽസ് ഏത് കോമ്പിനേഷനിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കോട്ട് കളർ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ C+ൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ ഈ C+ൻ്റെ കൂട്ടത്തിൽ ബാക്കി ഏതിൻ്റെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാലും അത് അഗൗട്ടി എന്നുള്ളൊരു കളറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ കോമ്പിനേഷനും
ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരേ ജീനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, പക്ഷേ ഈ സെയിം ജീനിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലീൽസ് പ്രസൻ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ അലീലിസത്തിൽ ഉള്ളത്. അപ്പോൾ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുമ്പോൾ the same gene has got more than 2 different forms or more than 2 different alleles. They are located in the same locus. അതാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മൾട്ടിപ്പിൾ അലീൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ അലീലിസത്തിന് നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഉള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ ഈ റാബിറ്റിലുള്ള കോഡ് കളർ അതും ഒരു എക്സാമ്പിളാണ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റവും അതേപോലെ തന്നെ RH ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇൻഹെറിറ്റൻസും ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, ഞാനതിന് റെസ്പോൺസ് ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു.